കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ കുറച്ച് ആപ്ലിക്കേഷൻസിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ സഹായിക്കുന്ന ചില ആപ്ലിക്കേഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷയാണ്. പലപ്പോഴും കമ്മ്യൂണിക്കേഷണൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. മിക്കവാറും ആൾക്കാർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിന് പോകാറുണ്ട്. ചെറിയ കുട്ടികളടക്കം എങ്ങനെ എന്തെങ്കിലും കോച്ചിങ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ പ്രായമായതുകൊണ്ടോ അല്ലെങ്കിൽ സമയക്കുറവ് മൂലമോ ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിനൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്കും ഇംഗ്ലീഷ് പഠിക്കാനും പറയാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. അതിന് ഹെൽപ്ഫുൾ ആകുന്ന ചില ആപ്ലിക്കേഷൻസിനെയാണ് പറഞ്ഞിരുന്നത്. ഇതിൽ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം ബെസ്റ്റ് എന്ന് തോന്നിയ ചില ഇംഗ്ലീഷ് പഠന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ബുസു എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ബുസു എന്ന ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് ഇതൊരു ഓഫ്ലൈനിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഡെയിലി 10 മിനിറ്റാണ് ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് തരുന്ന സമയം. ഈ ഒരു 10 മിനിറ്റ് തന്നെ നമുക്ക് ധാരാളമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിസിൽ ഈ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബുസുവിന്റെ സഹായത്തോടെ വളരെ നോർമലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയാം. വ്യാകരണങ്ങൾക്ക് ഒപ്പം ഡെയിലി യൂസേജ് വേർഡ്സിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വ്യാകരണം, സ്പെല്ലിങ്സ്, പദങ്ങൾ, ശൈലി, സംഭാഷണ ഭാഷകൾ എന്നിവയെല്ലാം ബുസുവിലുണ്ട്. പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ട്രെയിനിങ്ങും തരുന്നു. ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ്സും ലഭ്യമാണ്. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനും പറ്റും. ഫ്രീ വേർഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയം വേർഷൻ ഉണ്ട്. പ്രീമിയം വേർഷനിലാണ് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ലഭ്യമാക്കുന്നത്. മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡ്രോപ്സ് ലേൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. 2 ഇംഗ്ലീഷ് ലേണിംഗ് ആപ്ലിക്കേഷൻസ് ഡ്രോപ്സ് ലേൺ ഇംഗ്ലീഷിലുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷും മറ്റേത് അമേരിക്കൻ ഇംഗ്ലീഷും. നിങ്ങൾക്ക് ഏത് ഇംഗ്ലീഷാണോ കൂടുതൽ ആവശ്യമായിട്ടിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ലേണിംഗ് ആപ്പിന്റെ സഹായത്തോടെ ഏതാണോ അത് സെലക്ട് ചെയ്യാം. 5 മിനിറ്റ് പെർ ഡേ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഫ്രീ വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാഷ്വൽ യൂസേഴ്സ് ആണെങ്കിൽ ഫ്രീ വേർഷൻ മതി. മോർ ദാൻ 1700ഓളം വാക്കുകൾ, 99 ടോപ്പിക്സ് ഒക്കെ തന്നെ ഫ്രീ വേർഷനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രീമിയം മെമ്പേഴ്സ് ആവുകയാണെങ്കിൽ ഫാസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു 5 മിനിറ്റ് എന്നുള്ള ലിമിറ്റിംഗ് സമയമില്ല, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലേണിംഗ് ടൈം ലഭിക്കുകയും ചെയ്യും. സംഭാഷണ ഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിമ്പിൾ ആൻഡ് ഈസി എന്ന് നമുക്ക് ഡ്രോപ്സിനെ പറയാം. മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡ്യുവോലിംഗോ ലേൺ ലാംഗ്വേജസ് ഫ്രീ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഫ്രീ ആയി ഇംഗ്ലീഷ് പഠിക്കാം. അതും 2 ഡസൻ ഭാഷകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രസകരമായിട്ടുള്ള പഠനമാണ്. ഗെയിംസ് കൂടുതലായിട്ടുണ്ട്. തുടക്കക്കാർക്ക്, അതായത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് പറയാം. ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ഹലോ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല ജനപ്രിയ ആപ്ലിക്കേഷൻ കൂടിയാണ്. 22 ഭാഷകൾ ഈ ഒരു ഹലോ ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 475 ചാപ്റ്റേഴ്സ് പാഠങ്ങളായിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുക. ഇതിൽ 10,000 വേർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിക്ഷണറി ഉണ്ട്. സഹായിക്കാൻ നമുക്ക് അധ്യാപകരെയും ഹലോ ഇംഗ്ലീഷ് നൽകും. മറ്റൊരു ആപ്ലിക്കേഷനാണ് ഹലോ ടോക്ക്. രസകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഉപയോഗത്തോടു കൂടിയാണ് ഹലോ ടോക്കിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനാവുക. നമ്മളിപ്പം സോഷ്യൽ നെറ്റ്വർക്കിലൂടെ കുറേ ആൾക്കാരായിട്ട് നമ്മൾ കണക്ട് ആവും. എന്നിട്ട് നമ്മുടെ ഭാഷ അവർക്കും അവരുടെ ഭാഷ നമുക്കും പഠിക്കാൻ പറ്റും. 100-ലധികം ഭാഷകൾ ഹലോ ടോക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ കോൾസ്, ടെക്സ്റ്റ്, പിക് മെസ്സേജസ്, ഓഡിയോ മെസ്സേജസ് ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ വീഡിയോ ചാറ്റ്സ് ഉണ്ട്. അതുപോലെ സൂപ്പർ സിമ്പിളാണ്. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടാം. നമ്മൾ പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഭാഷ തെറ്റിപ്പോകുമെന്നുള്ള പേടിയുള്ളത്. സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കും. ടോട്ടലി അനോണിമസ് ആയിട്ട് നമ്മളെ ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഹലോ ടോക്ക് എന്ന് പറയുന്നത്. മറ്റൊരു ആപ്ലിക്കേഷനാണ് ലേൺ ഇംഗ്ലീഷ് ഫ്രേസസ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇംഗ്ലീഷ് ലേണിംഗ് ആപ്ലിക്കേഷനാണ് ലേൺ. മികച്ച റെഫറൻസ് ഗൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സ്വന്തം ശബ്ദം തന്നെ റെക്കോർഡ് ചെയ്ത് കേൾക്കാം. നമ്മുടെ പ്രൊനൗൺസിയേഷൻ എത്രത്തോളം മികച്ചതാണ്, അതുപോലെ അതിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വേണമെന്ന് സ്വയം അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ലേണിന്റെ സഹായത്തോടെ നമുക്ക് സാധിക്കും. മെമ്മറൈസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, അതേപോലെ തന്നെ കുറേ അവാർഡ്സ് ഒക്കെ സ്വന്തമാക്കിയ, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യും ജനകീയമായിട്ടുള്ള ഒരു ഭാഷാ പഠന ആപ്ലിക്കേഷനാണ് മെമ്മറൈസ്. വ്യത്യസ്ത രീതികളിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകൾ സപ്പോർട്ട് ചെയ്യും. നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഉള്ളടക്കത്തിലുണ്ട്. നമ്മൾ ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ തന്നെ കുറേ ഡിസ്ക്രിപ്ഷൻസ് ഉള്ളിലുണ്ട്. സമയം പോകുന്നത് അറിയില്ല. എല്ലാ ദിവസവും ഓരോ വേർഡും ഫ്രേസസും മെമ്മറൈസ് നമുക്ക് തരുന്നുണ്ട്.
മറ്റൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഭാഷ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അതുപോലെ യാത്രയിലൂടെ വിവിധ സ്ഥലങ്ങളിൽ പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. 103ഓളം ഭാഷകൾ ഓൺലൈനായിട്ട് സപ്പോർട്ട് ചെയ്യും, 59ഓളം ഭാഷകൾ ഓഫ്ലൈനായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്പ് ആയതുകൊണ്ട് അതിന് അത്രയും ഒരു പ്രചാരവും ഉണ്ട്, അതിൻ്റെതായ ഓതന്റിസിറ്റിയും ബെസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ 2 കാര്യം എടുത്ത് പറയേണ്ടത്, ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഒരു കാര്യം ഫ്രേസ് ബുക്കാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വേർഡ് നമുക്ക് ഫ്രേസ് ബുക്കിലേക്ക് ആഡ് ചെയ്യാം. അത് ഫ്യൂച്ചറിൽ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് ക്യാമറ മോഡാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് ക്യാമറ മോഡ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും വേർഡ്സ്, ചില ഭാഷകളൊന്നും നമുക്ക് വായിക്കാൻ അറിയുന്നതായിരിക്കില്ല. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ സ്പെല്ലിംഗ് കൂട്ടി വായിച്ചിട്ട് നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിൽ പറയുകയാണെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ചിലത് തമിഴോ അല്ലെങ്കിൽ വേറെ കന്നഡയോ തെലുങ്കോ ഒന്നാണെങ്കിൽ വായിക്കാൻ അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാമറ മോഡിലൂടെ ഗൂഗിൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷനാണ് ബെസ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് ഭാഷാ പഠന സഹായി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേഴ്സ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ കാര്യം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. എനിവേസ്, ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കും എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇംഗ്ലീഷ് ജസ്റ്റ് ഒരു ഭാഷയാണ്, പക്ഷേ ആ ഭാഷയെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതിനുവേണ്ട എഫേർട്സ് എടുക്കുമ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ മാത്രം ഭാഷയാകുമ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ജോലിയിലൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിനെ ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഹെൽപ്പോടെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് കാണാം. അതുവരെ